Hello everyone. In this part, we are going to see module 1 of financial markets and services, that is introduction to financial markets. ഈ മൊഡ്യൂളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ഓവറോൾ വ്യൂ ആദ്യം കാണും. സ്ട്രക്ചർ ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്ട്രക്ചർ ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു മേജർ കോമ്പണന്റ് ആണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. And in this part, we'll see the meaning of financial market and the classification, functions, instruments, global financial markets, and so on. അപ്പോൾ ഇൻ ടോട്ടൽ എന്താണ് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചൊരു സമ്മറി, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചൊരു സമ്മറിയാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. Now let's see financial system. Financial system, as the name indicates, it was a system that allows transfer of money between savers and borrowers. അതായത് പൈസ സേവ് ചെയ്യുന്ന ആൾക്കാരും പൈസ ബോറോ ചെയ്യുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു ട്രാൻസ്ഫറിനെ സമ്മറൈസ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് പൈസ സേവ് ചെയ്യണം എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും, പല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവരുടെ പൈസ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഷെയറിലാവാം, ബാങ്കിലാവാം, പല സ്ഥലത്തും അവർ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് പൈസ വേണം എന്ന് തോന്നുന്നവർ ആരാണ്? ബോറോവേഴ്സ്. ബോറോവേഴ്സ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ പൈസ, ഇവരുടെ പൈസ എന്ത് ചെയ്യും, കടമെടുക്കും. അപ്പൊ ഈ സേവിങ്ങും ബോറോയിങ്ങും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എൻറ്റയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന കോമ്പണൻസിനെയാണ് നമ്മൾ കോമ്പണൻസ് ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് ഇൻ എഫിഷ്യൻറ്റ് allocation and utilization of financial resources. മണി റിലേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ നല്ല രീതിയിൽ അത് അലോക്കേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും യൂസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, ഫൈനാൻഷ്യൽ സിസ്റ്റംസ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇക്കോണമി ദറ്റ് പ്രൊവൈഡ്സ് ദ വേ ടു കളക്ട് മണി ഫ്രം പീപ്പിൾ ഹു ഹാവ് ഇറ്റ്. ആർക്കൊക്കെയാണോ പൈസ ഉള്ളത് അവർ സേവ് ചെയ്യുന്ന പൈസ കളക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആ മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അത് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. And we can see one definition by Guruswami. Financial സർവീസസിലെ ഒരു പയനിയർ ആണ് ഗുരുസ്വാമി, ഒരു എക്സ്പേർട്ട് ആണ്. ഗുരുസ്വാമിയുടെ ഡെഫിനിഷൻ ഇസ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇസ് എ സെറ്റ് ഓഫ് കോംപ്ലക്സ് ആൻഡ് ക്ലോസ്ലി കണക്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർമീഡിയറീസ്, മാർക്കറ്റ്സ് ആൻഡ് സർവീസസ്. അതായത് ഇത് നാലെണ്ണമാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ കോമ്പണൻസ്. നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും. ഈ കോമ്പണൻസിന്റെ ഒരു ക്ലോസ്ലി കണക്റ്റഡും അവരുടെ ഒരു തരത്തിലുള്ള ആ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ സേവേഴ്സും ബോറോവേഴ്സും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മേജർ ആയിട്ട് വരുന്ന 4 കോമ്പണൻസ് ആണ് വരുന്നത്: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഓക്കെ, ഇത് 4 കൂടെ കൂടിയാലാണ് എന്താവുന്നത്, ഫിനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് മാറുന്നത്. സോ in between we'll also see the importance of financial system. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ. അതുപോലെ തന്നെ അത് എന്ത് പ്രൊമോട്ട് ചെയ്യും, പൈസ ക്യാപിറ്റൽ ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യും. പൈസ സേവ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ പ്രൊമോട്ട് ചെയ്യും, പൈസ ഫോർമേഷൻ അത് സഹായിക്കും. ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. 4 കോമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോമ്പണൻസ് ഒരുപാട് പേർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, പ്രൊഡക്ഷൻ കൂടും, ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇക്കോണമിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഇക്കോണമിക്ക് പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ടെലി കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, റോഡ്, റെയിൽവേ, പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇന്റർ കണക്ഷൻ വഴിയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഏത് പ്രൊജക്ട് ഫിനാൻസ് ചെയ്യണം, എവിടെയൊക്കെ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയൊക്കെ നമ്മൾ ഏത് കാര്യങ്ങൾക്ക് നമ്മൾ ലോൺ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. സോ ഓവറോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. അത് ഇക്കോണമിന്റെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്.
Now let's see the components or structure of financial system. This is very important. It can be classified under 4 heads: financial institutions, instruments, services, and markets. First, let's see what are financial institutions. Institutions എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് നമുക്കത് മനസ്സിലാവും. ഈ പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോമൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ബാങ്കിങ്. It ensures smooth working of financial system by making investors and borrowers meet. ഈ സേവേഴ്സും ബോറോവേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ട് എന്ത് സഹായിക്കും? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സഹായിക്കും. നമുക്കറിയാം, ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബോറോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അപ്പൊ ഇവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ത്? ഫിനാൻഷ്യൽ institutions. They mobilize savings of investors using different financial instruments and numerous service providers. ഇതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പെർസ്പെക്റ്റീവിലൊക്കെ ചോദിക്കുന്ന സമയത്ത് കോമ്പണൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ചോദിച്ചാൽ എസ്സേക്കൊക്കെ എസ്പെഷ്യലി സ്ട്രക്ചർ വരച്ചു വെക്കുന്നത് ഇസ് വെരി ഗുഡ്. ഇപ്പൊ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ്. ബാങ്കിങ്ങിൽ വരുന്നതാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഈ കമേഴ്ഷ്യൽ ബാങ്കിൽ തന്നെ നമുക്ക് അതിന് പബ്ലിക്, പ്രൈവറ്റ്, റീജിയണൽ, റൂറൽ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പബ്ലിക് സെക്ടർ ബാങ്ക് നമുക്കറിയാം SBI, പിന്നെ കാനറ ബാങ്ക്. പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്. ഓക്കെ, ഫെഡറൽ ബാങ്ക് ഒക്കെ പ്രൈവറ്റ് സെക്ടറിലാണ്. RRBസിൽ വരുന്ന കേരള ഗ്രാമീൺ ബാങ്ക്. അതായത് ഓരോ സ്റ്റേറ്റിനും ഓരോ റീജിയണൽ, റൂറൽ ബാങ്ക്സ് ഉണ്ടാവും. പിന്നെ ഇത് കേരളത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്യുന്നത് കാനറ ബാങ്ക് ആണ്. ഫോറിൻ ബാങ്ക്സ് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്സ്, HSBC ഒക്കെ ഫോറിൻ ബാങ്ക്സിന് എക്സാമ്പിൾ ആയി പറയാം. ഇനി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം കോപ്പറേറ്റീവ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടാവും, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കോപ്പറേറ്റീവ് ബാങ്ക്സ് നമ്മൾ ഇൻ ആൻഡ് അറൌണ്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിട്ടുള്ള വരുന്നതാണ്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ എൻറ്റിറ്റീസ്. ഈ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നതാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, LIC, GIC, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പോലുള്ളത്, സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇതിന്റെ അണ്ടർ വരുന്നതാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ എൻറ്റിറ്റീസിന്റെ അണ്ടറിൽ വരുന്നതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസും RNBCs. So this is the classification of financial institutions. ഓവറോൾ ആയിട്ട് എന്താ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് മനസ്സിലാക്കുക, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. Now let's see financial instruments. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം, ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന പൈസ ഇപ്പം വെറുതെ ക്യാഷ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും, അല്ലാതെ പല വേയിലൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഷെയർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ബോണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ദീസ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ദറ്റ് എനേബിൾസ് ഇൻഡിവിജ്വൽസ് ടു ട്രേഡ് വിത്തിൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ ഏത് രീതിക്ക് ട്രേഡ് ചെയ്യുന്നു, ഏത് മുഖേന നമ്മൾ നമ്മുടെ ഫിനാൻസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ലെറ്റ്സ് സീ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ. ഒന്ന് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 year, മീഡിയം ടേം എന്ന് പറഞ്ഞാൽ 1 to 3 or 5 years, ലോങ് ടേം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 5 years. നമ്മൾ ടൈം ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് ഇൻസ്ട്രുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ പ്രൈമറി സെക്യൂരിറ്റി, സെക്കൻഡറി സെക്യൂരിറ്റി ആൻഡ് ഇന്നോവേറ്റീവ് സെക്യൂരിറ്റി. പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഒരു ഇന്റർമീഡിയറി ഇല്ലാതെ ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൈമറി സെക്യൂരിറ്റി, ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സും ഒക്കെ. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇന്റർമീഡിയറി ഉണ്ടാവും. അതായത് മ്യൂച്വൽ ഫണ്ട്സ് ആവാം, LIC ആവാം. ഒരു ഇന്റർമീഡിയറി ത്രൂ ഇഷ്യൂ ചെയ്യുന്നതാണ് സെക്കൻഡറി. പിന്നെ തേർഡ് വരുന്നത് ഇന്നോവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, പുതിയതായിട്ട് മാർക്കറ്റിലുള്ളത്. എക്സാമ്പിൾ ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട്, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റബിൾ ബോണ്ട്. അങ്ങനെ പുതിയതായിട്ട് വരുന്നതെല്ലാം നമുക്ക് ഇന്നോവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിനുള്ളിൽ കൊണ്ടുവരാം.
Now let's see another classification. Financial service എന്താണ് in detail ആയിട്ട് we have seen in module 4. Financial service is yet another component of financial system. They help to get the required funds and also make sure that they are efficiently invested. അങ്ങനെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന സർവീസസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയാം. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫീ ബേസ്ഡും ഫണ്ട് ബേസ്ഡും. ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസിൽ അവിടെ അസറ്റ് ഇൻവോൾവ് ആണ്, ക്യാഷോ വേറെ അസറ്റോ ഇൻവോൾവ് ആണ്. ഫീ ബേസ്ഡ് സർവീസസിൽ എന്ത് ഇൻവോൾവ് ആണ്? അവിടെ ഫീസ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്, അസറ്റ് ഇൻവോൾവ് അല്ല. ഫണ്ട് ബേസ്ഡ് സർവീസിന്റെ എക്സാമ്പിൾ ലീസിംഗ്, ഹയർ പർച്ചേസ്. ഫീ ബേസ്ഡിന്റെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മൊഡ്യൂൾ 4 ഫിനാൻഷ്യൽ സർവീസസിൽ ഫണ്ട് ബേസ്ഡും ഫീ ബേസ്ഡും പഠിച്ചതാണ്. സോ ഐ തിങ്ക് ദാറ്റ് എക്സ്പ്ലനേഷൻ ഇസ് എനഫ്. ഇനി നമ്മുടെ നാലാമത്തെ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഈ മൊഡ്യൂളിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, സാധാരണ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഹെൽപ്സ് ഇൻ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സംതിങ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സെയിം, ഇത് ഹെൽപ്സ് ഇൻ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. രണ്ടായിട്ട് മേജർ ക്ലാസിഫിക്കേഷൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് സെൽ ആൻഡ് ബൈ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മണി മാർക്കറ്റ് ഗവേൺ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻസ്ട്രുമെന്റ്സ് ഡീൽ ചെയ്യുന്നതാണ്. ഇറ്റ് ഇസ് ഗവേൺഡ് ബൈ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്, വിച്ച് യു വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഇൻ മൊഡ്യൂൾ 2. ഈ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കും. ആൻഡ് മൊഡ്യൂൾ 1 നമ്മൾ മണി മാർക്കറ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പഠിക്കും. സോ പ്രൈമറി മാർക്കറ്റ് ഷോർട്ടായിട്ട് പറയാം, പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. സോ മണി മാർക്കറ്റ്, ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു, ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതാണ് മണി മാർക്കറ്റ്. ഇറ്റ്സ് പ്ലാറ്റ്ഫോം ഫോർ ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ഫണ്ട് ഫോർ ഷോർട്ട് പീരീഡ്. ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ലെസ് ദാൻ 1 year. ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ലിക്വിഡിറ്റി ഹൈ ആയിരിക്കും. വാട്ട് ഇസ് ലിക്വിഡിറ്റി? എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ്. പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. റിസ്ക് കുറവായിരിക്കും, കാര്യം എന്താണ്? ഷോർട്ട് ടേം ആയതുകൊണ്ട്. ആൻഡ് മണി മാർക്കറ്റിന് ക്യാപിറ്റൽ മാർക്കറ്റിന് പോലെ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഒരു പ്ലേസ് ഇല്ല. അവർ യൂഷ്വലി ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഫോർമൽ ആയിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സ്ഥാപനമോ ഫിസിക്കൽ സ്പേസോ അവിടെ ഇല്ല. ആൻഡ് ഇന്ത്യയിൽ RBI ആണ് മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അത് പ്രൈസ് ഡിസ്കവർ, ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദിസ് ഇസ് ദ സമ്മറി ഓഫ് മണി മാർക്കറ്റ്. ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ്, ലോങ് ടേം ആയിട്ട് മെച്യൂരിറ്റി ഓഫ് മോർ ദാൻ 1 year ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യയിൽ സെബിയാണ് റെഗുലേറ്റർ. ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്, വിച്ച് വിൽ സ്റ്റഡി ഇൻ മൊഡ്യൂൾ 2. ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ലോങ് ടേം നേച്ചർ ആണ്. ക്യാപിറ്റൽ ഫോർമേഷൻ, പൈസ ഫോർമേഷന് സഹായിക്കും. സെബിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് സേവേഴ്സിനെയും ബോറോവേഴ്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്യും, ആസ് വി ഓൾറെഡി നോ. ആൻഡ് ഇതിന് ഇന്റർമീഡിയറീസ് ഉണ്ട്, ബ്രോക്കേഴ്സ്, ഡെപ്പോസിറ്ററീസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ വേണം. അത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കും. അപ്പൊ ആ സ്റ്റോക്ക് ബ്രോക്കറൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ basics of financial system and structure of financial system. Next part we'll see financial markets and its classifications and functions.